പ്രശസ്ത പത്രപ്രവർത്തകനായ മാഗി ഹേബർമാനും ജോനാഥൻ സ്വാനും എഴുതിയ റീജിയം ചേഞ്ച് എന്ന പുതിയ പുസ്തകം ശ്രദ്ധ നേടുന്നു. ഇന്ത്യയും അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് ഈ പുസ്തകം ഒരു പ്രധാന അവകാശവാദം ഉന്നയിക്കുന്നു. യുക്രൈനെ സഹായിക്കാൻ ഇന്ത്യ സൈന്യത്തെ അയക്കണമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആഗ്രഹിച്ചിരുന്നുവെന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ചിരിച്ചുതള്ളി. റീജിയം ചേഞ്ച് എന്ന പുസ്തകത്തിലെ ചില പേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പേജുകൾ പ്രകാരം യുക്രൈനിലേക്ക് സമാധാന സേനാംഗങ്ങളെ അയക്കുന്നത് സംബന്ധിച്ച് US-ൽ ഒരു യോഗം നടക്കുകയായിരുന്നു. ഫ്രാൻസ്, ബ്രിട്ടൻ, നെതർലാൻഡ്സ് തുടങ്ങിയ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് സൈന്യത്തെ അയക്കാനുള്ള നിർദ്ദേശം ഉയർന്നു വന്നപ്പോൾ JD വാൻസ് ആശങ്ക പ്രകടിപ്പിച്ചു. യുക്രൈനിലേക്ക് നാറ്റോ സൈന്യത്തെ അയക്കുന്നത് റഷ്യയെ പ്രകോപിപ്പിക്കുമെന്നും അമേരിക്കയെ നേരിട്ട് സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നും വാൻസ് വിശ്വസിച്ചു. തൽഫലമായി യൂറോപ്യൻ ഇതര രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടാൻ JD വാൻസ് നിർദ്ദേശിച്ചു. ഇതിനായി അദ്ദേഹം സൗദി അറേബ്യയും ഇന്ത്യയും നിർദ്ദേശിച്ചു. ഇന്ത്യക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് അത്തരമൊരു കാര്യത്തിനായി പണം ചെലവഴിക്കും എന്നാണ് ട്രംപ് പരിഹസിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും ട്രംപ് പരാമർശിച്ചിട്ടുണ്ടെന്ന് പുസ്തകം അവകാശപ്പെടുന്നു. പ്രധാനമന്ത്രി മോദിക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിച്ചു എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. എങ്കിലും ഇന്ത്യക്കാർ ഒരിക്കലും ഒന്നിനും പണം നൽകുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് സൈന്യം യുക്രൈനിലേക്ക് കടക്കുന്നതിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും ട്രംപ് പറഞ്ഞു. വിഷയത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ഉദ്ദേശം. ഈ സംഭാഷണത്തിനിടെ ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെയും ലക്ഷ്യം വെച്ചു. സെലൻസ്കിയെ മോശം ചർച്ചക്കാരൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ശരിയായ രീതിയിൽ ചർച്ച നടത്തുന്നതിൽ പരാജയപ്പെട്ടതിലൂടെ സെലൻസ്കി തന്റെ മുഴുവൻ രാജ്യത്തെയും നശിപ്പിച്ചുവെന്നും എന്നാൽ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ അദ്ദേഹം വളരെ മിടുക്കനാണെന്നും ട്രംപ് പരിഹസിച്ചു. റഷ്യയെ ആക്രമിക്കാൻ യുക്രൈന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ദീർഘദൂര മിസൈലുകൾ അമേരിക്ക കൈമാറിയാൽ റഷ്യൻ നഗരങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ തയ്യാറാകുമോ എന്ന് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയോട് ചോദിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മോസ്കോ, സെന്റ് പീറ്റേഴ്സ് അടക്കമുള്ള സുപ്രധാന റഷ്യൻ നഗരങ്ങൾ ആക്രമിക്കാനാണ് ട്രംപ് നിർദ്ദേശിച്ചത്. ട്രംപിന്റെ നിർദ്ദേശത്തോട് സെലൻസ്കി പോസിറ്റീവായി പ്രതികരിച്ചതായാണ് സൂചന. അമേരിക്ക ആയുധം നൽകിയാൽ റഷ്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കി മറുപടി നൽകിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനുമായി ഉടൻ വെടിനിർത്തലിൽ ഏർപ്പെടണമെന്ന് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ഇരു നേതാക്കളും ഫോൺ വഴി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം പുടിൻ ഗൌരവമായി എടുക്കാതിരുന്നതോടെയാണ് തൊട്ടു പിന്നാലെ വിളിച്ച സെലൻസ്കിയോട് റഷ്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ തയ്യാറാകുമോ എന്ന് ട്രംപ് ചോദിച്ചത്. അതേസമയം പ്രസ്തുത റിപ്പോർട്ടിനോട് വൈറ്റ് ഹൌസോ യുക്രൈൻ പ്രസിഡന്റിന്റെ ഓഫീസോ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ അടുത്ത 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരെ കനത്ത തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തലിൽ തീരുമാനമായില്ലെങ്കിൽ തീരുവ ഇരട്ടിയാക്കി 100% ട്രംപ് വ്യക്തമാക്കി. യുക്രൈനെ പിന്തുണയ്ക്കാൻ നാറ്റോയ്ക്ക് അമേരിക്ക അയക്കുന്ന ആയുധങ്ങളിൽ പേട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളും ബാറ്ററികളും ഉൾപ്പെടുമെന്നും ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ ട്രംപിന്റെ ഉപരോധങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് റഷ്യ പ്രതികരിച്ചു. പുതിയ ഉപരോധങ്ങളെ നേരിടാൻ രാജ്യം തയ്യാറാണെന്നും എന്നാൽ എന്താണ് ഇത്തരമൊരു ഭീഷണികൾ ഉന്നയിക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് അറിയില്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി പ്രതികരിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ സമാധാന കരാറിന് പിന്നാലെ റഷ്യൻ എണ്ണയ്ക്കുമേൽ മുൻപ് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ നിശബ്ദമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. ബുധനാഴ്ച ഫ്രാൻസിലെ വേഴ്സായിൽ വെച്ചാണ് ട്രംപും ഇറാൻ ഭരണകൂടവും 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ഇതേ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ ഇടിഞ്ഞ പശ്ചാത്തലത്തിലാണ് റഷ്യക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.